സൈക്കോളജി UGC നെറ്റ് 2025 ഡിസംബർ ബാച്ചിലേക്കുള്ള മോഡൽ ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 21. Who proposed the triarchic theory of intelligence? Option A, J.P. Guilford. Option B, Robert Sternberg. Option C, Charles Spearman. And option D, Raymond Cattell. ആരാണ് ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ് പ്രപ്പോസ് ചെയ്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, റോബർട്ട് സ്റ്റെയിൻബർഗ്. റോബർട്ട് സ്റ്റെയിൻബർഗ് ആണ് ഇൻ്റലിജൻസിന് 3 ആസ്പെക്ട്സ് ഉണ്ടെന്ന് സജസ്റ്റ് ചെയ്തത്: അനലിറ്റിക്കൽ, ക്രിയേറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22. ദ കൺസെപ്റ്റ് ഓഫ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അഥവാ ZPD വാസ് ഗിവൺ ബൈ ഓപ്ഷൻ എ, ജീൻ പിയാഷെ. ഓപ്ഷൻ ബി, ലിവ് വിഗോട്സ്കി. ഓപ്ഷൻ സി, ആൽബർട്ട് ബന്ദൂര. ആൻഡ് ഓപ്ഷൻ ഡി, ജെറോം ബ്രൂണർ. കറക്റ്റ് ആൻസർ ലിവ് വിഗോട്സ്കി ആണ്. എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്? ഒരാൾക്ക് ഒറ്റയ്ക്ക് ലേൺ ചെയ്യാൻ കഴിയുന്നതും വിത്ത് ഗൈഡൻസ് ലേൺ ചെയ്യാൻ കഴിയുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെയാണ് ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സജസ്റ്റ് ചെയ്തത് ലിവ് വിഗോട്സ്കിയാണ്. Question number 23. Which reinforcement schedule is most resistant to extinction? Option A, fixed ratio. Option B, variable ratio. Option C, fixed interval. And option D, variable interval. Correct answer option B ആണ്, വേരിയബിൾ റേഷ്യോ. വേരിയബിൾ റേഷ്യോ എന്ന് പറയുമ്പോൾ റിവാർഡ്സ് അൺപ്രെഡിക്റ്റബിൾ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഒരു കറക്റ്റ് അല്ലെങ്കിൽ പ്രോപ്പർ ഇൻ്റർവെൽ വഴിയല്ല കിട്ടുന്നത്, അൺപ്രെഡിക്റ്റബിൾ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് അതുപോലെ ഒരു ഇൻഡിവിജ്വലിന് റെസ്പോൺസ് നമുക്ക് ഹൈ പേഴ്സിസ്റ്റൻ്റ് റെസ്പോൺസ് കിട്ടുന്നതാണ് പറയുന്നത്. അവർക്കൊരു മോട്ടിവേഷൻ കൂടുതൽ കിട്ടുന്നത് വേരിയബിൾ റേഷ്യോയിലാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24. In Piaget cognitive development, the stage where conservation is mastered is option A, sensory motor. Option B, pre-operational. Option C, concrete operational. And option D, formal operational. Correct answer option C ആണ്, concrete operational. കുട്ടികളിൽ 7 മുതൽ 11 വയസ്സ് വരെയാണ് കുട്ടികൾ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അഥവാ ഈ മാസ്, നമ്പർ, വോളിയം, ഹൈറ്റ് ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് ഈ 7 മുതൽ 11 വയസ്സ് വരെയാണ്. ആ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജാണ്. ക്വസ്റ്റ്യൻ നമ്പർ 25. ദ 2-factor തിയറി ഓഫ് ഇൻ്റലിജൻസ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഓപ്ഷൻ എ, തോൾസ്റ്റോൺ. ഓപ്ഷൻ ബി, സ്പിയർമാൻ. ഓപ്ഷൻ സി, കാറ്റൽ. ആൻഡ് ഓപ്ഷൻ ഡി, ഗാർഡ്നർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, സ്പിയർമാൻ ആണ്. സ്പിയർമാൻ ആണ് ജനറൽ ഫാക്ടർ, സ്പെസിഫിക് ഫാക്ടർ അഥവാ G ഫാക്ടർ, S ഫാക്ടർ എന്ന് പറയുന്ന 2 ഫാക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 26. ഹൂ ഡെവലപ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ്? ഓപ്ഷൻ എ, സ്കിന്നർ. ഓപ്ഷൻ ബി, പാവ്ലോ. ഓപ്ഷൻ സി, ബന്ദൂര. ആൻഡ് ഓപ്ഷൻ ഡി, തോണ്ടൈക്ക്. ആരാണ് ഒബ്സർവേഷണൽ ലേണിംഗ് സജസ്റ്റ് ചെയ്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബന്ദൂര. ഈ ബന്ദൂരയാണ് ബോബോഡോൾ വെച്ചിട്ട് കുട്ടികൾ മോഡൽസിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു എന്ന് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആൽബർട്ട് ബന്ദൂര. ഈ ക്വസ്റ്റ്യൻ നമ്പർ 27. The neurotransmitter most linked with depression is option A, dopamine. Option C, serotonin. Option C, acetylcholine. And option D, GABA. കറക്റ്റ് ആൻസർ
ഓപ്ഷൻ ബി സെറോട്ടോണിൻ ആണ്. സെറോട്ടോണിൻ്റെ അളവ് കുറയുമ്പോൾ ഡിപ്രസീവ് സിംറ്റംസ് കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ അധികം ഈ ആൻറ്റി ഡിപ്രസൻസ് ചെയ്യുന്നത് അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ബോഡിയിൽ സെറോട്ടോണിൻ്റെ അളവ് കൂട്ടാന്നുള്ളതാണ്. അതായത് ബ്രെയിനിൽ സെറോട്ടോണിൻ്റെ അളവ് കൂട്ടാന്നുള്ളതാണ് മിക്ക ആൻറ്റി ഡിപ്രസൻസും ചെയ്യുന്നത്. Question number 28. The Rorschach Inkblot test is used to measure option A intelligence, option B personality, option C aptitude and option D memory. Correct answer ഓപ്ഷൻ ബി പേഴ്സണാലിറ്റി ആണ്. പ്രൊജക്റ്റീവ് ടെസ്റ്റ്, റോർഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. ഇവിടെ ഓരോ ഇങ്ക്ബ്ലോട്ടിനോടും ഒരു ഇൻഡിവിജ്വൽ റെസ്പോണ്ട് ചെയ്യുന്നത്, അവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് അവരുടെ അൺകോൺഷ്യസ് ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റി റിവീൽ ചെയ്യാണ് ചെയ്യുന്നത് ഓരോ റെസ്പോൺസും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 29. Which psychologist is associated with the concept of learned helplessness? ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന കൺസെപ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സൈക്കോളജിസ്റ്റ് ഏതാണ്? ഓപ്ഷൻ എ മാർട്ടിൻ സെലിഗ്മാൻ, ഓപ്ഷൻ ബി ജോൺ വാട്സൺ, ഓപ്ഷൻ സി എഡ്വാർഡ് ടോൾമാൻ ആൻഡ് ഓപ്ഷൻ ഡി കാൾ റോജർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മാർട്ടിൻ സെലൈമാനാണ് കണ്ടുപിടിച്ചത് അഥവാ സജസ്റ്റ് ചെയ്തത് ദാറ്റ് ഒരാൾക്ക് ഒരു കാര്യത്തോട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിനോട് റിപ്പീറ്റായിട്ട് ആൾ ഫെയിൽ ആവുകയാണെങ്കിൽ ആൾക്ക് അതിനോടുള്ള മോട്ടിവേഷൻ കുറയും. അതായത് വീണ്ടും ആ ഒരു കാര്യം ട്രൈ ചെയ്യാൻ, ഇപ്പോൾ ഒരു ജോബ് ആയിക്കോട്ടെ ഒരു എക്സാം ആയിക്കോട്ടെ എന്താണെങ്കിലും റിപ്പീറ്റായിട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ വീണ്ടും അത് ട്രൈ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ അവിടെ കുറയുകയും അത് സ്റ്റോപ്പ് ആവുകയും ചെയ്യാണ്. ഈവൻ അവിടെ സക്സസ് പോസിബിൾ ആണെങ്കിൽ പോലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫെയിലിയർ ആളുടെ മോട്ടിവേഷൻ സ്റ്റോപ്പാക്കുന്നു ആൻഡ് ഓൾസോ അതിനോട് ട്രൈ ചെയ്യുന്നതും സ്റ്റോപ്പാക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 30. വിച്ച് മെമ്മറി സിസ്റ്റം ഹാസ് ദ ഷോർട്ടസ്റ്റ് ഡ്യൂറേഷൻ? ഓപ്ഷൻ എ സെൻസറി മെമ്മറി, ഓപ്ഷൻ ബി ഷോർട്ട് ടേം മെമ്മറി, ഓപ്ഷൻ സി ലോങ് ടേം മെമ്മറി ആൻഡ് ഓപ്ഷൻ ഡി വർക്കിംഗ് മെമ്മറി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സെൻസറി മെമ്മറി ആണ്. സെൻസറി മെമ്മറിയിൽ ഇൻഫർമേഷൻസ് മില്ലി സെക്കൻഡ്സ് മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്നായി ട്രൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.